IPL റിട്ടൻഷൻ ലിസ്റ്റ് എത്തിയതോടെ ഒട്ടുമിക്ക ടീമുകളും ഏവരെയും ഞെട്ടിച്ചിരുന്നു. അതിൽ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് റിട്ടൻഷൻ ലിസ്റ്റ് ശ്രദ്ധ പിടിച്ചുപറ്റി. എന്തെന്നാൽ ടീമിന്റെ നിലവിലെ ക്യാപ്റ്റനും ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്തിനെ ഡൽഹി നിലനിർത്തിയിരുന്നില്ല. ഇപ്പോൾ ഡൽഹി തന്നെ കൈവിട്ടതിൽ ആദ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഋഷഭ് പന്ത്. റിട്ടൻഷൻ ഫീസിനെ ചൊല്ലി ഫ്രാഞ്ചൈസിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് പന്ത് ഡൽഹി വിട്ടിരിക്കുക എന്ന് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് പന്തിന്റെ പ്രതികരണം. IPL 2025 ലേലത്തിന് മുന്നോടിയായി സ്റ്റാർ സ്പോർട്സ് പങ്കിട്ട ഒരു വീഡിയോയിലായിരുന്നു ലേലത്തിൽ തങ്ങളുടെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ മുൻനിര കളിക്കാർ ചിലപ്പോൾ തങ്ങളുടെ ഫ്രാഞ്ചൈസികൾ വിടാൻ തീരുമാനിക്കുമെന്ന് ഗവാസ്കർ പറഞ്ഞത്. പന്തിന്റെ കാര്യവും ഇതുതന്നെയാണെന്നും ഗവാസ്കർ ചൂണ്ടിക്കാണിച്ചു. ഈ വീഡിയോയോട് പ്രതികരിച്ചാണ് പന്ത് ഇപ്പോൾ രംഗത്തെത്തിയത്. എന്റെ നിലനിർത്തൽ ഒരിക്കലും പണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും എന്നായിരുന്നു എക്സിലെ പോസ്റ്റിൽ മറുപടിയായി പന്ത് കുറിച്ചത്. ലേലത്തിന് മുൻപ് 4 താരങ്ങളെയാണ് ഡൽഹി ക്യാപിറ്റൽസ് നിലനിർത്തിയത്. അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അഭിഷേക് പോരൽ എന്നിവരെ റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പന്തിനെ നിലനിർത്താതിരുന്നത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. നേരത്തെ തന്നെ ഋഷഭ് പന്ത് ഈ സീസണിൽ ഡൽഹിയിൽ നിന്ന് മാറുമെന്നുള്ള അഭ്യൂഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഋഷഭ് ചെന്നൈയിലേക്ക് മാറുമെന്ന തരത്തിലുള്ള വാർത്തകളും സജീവമായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം മഹേന്ദ്ര സിംഗ് ധോണി ഒഴിഞ്ഞതോടെ കഴിഞ്ഞ സീസണിൽ ഋതുരാജ് ഗെയ്ക്വാദാണ് ടീമിനെ നയിച്ചത്. എന്നാൽ സീസണിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനേ ചെന്നൈക്ക് കഴിഞ്ഞുള്ളൂ. ഋഷഭ് വരുന്നതോടെ ധോണിയുടെ പകരക്കാരനാവാൻ കഴിയുമെന്ന ഗുണവുമുണ്ട്. ഒപ്പം ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിൽ ഭദ്രമാണ് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. അതുപോലെ IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലേക്ക് പോകുമെന്ന വാർത്തകൾ നിഷേധിച്ച് ഋഷഭ് പന്ത് തന്നെ രംഗത്തെത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ ഒരു പോസ്റ്റിൽ ഋഷഭ് പന്ത് റോയൽ ചലഞ്ചേഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായും എന്നാൽ വിരാട് കോഹ്ലി ഇത് തടഞ്ഞുവെന്നുമായിരുന്നു പ്രചാരണമുണ്ടായത്. ഈ പോസ്റ്റിന് താഴെയാണ് ഋഷഭ് പന്ത് കമന്റുമായി എത്തിയത്. വ്യാജ വാർത്തയാണിത്. എന്തിനാണ് നിങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്? നാം വിവേകത്തോടെ പെരുമാറണം. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതാദ്യമായല്ല ഇത്തരം പ്രചരണങ്ങൾ ഞാൻ എതിർക്കുന്നത്. ഇതൊരു പക്ഷേ അവസാനത്തേതും ആയിരിക്കില്ല. നിങ്ങളുടെ വാർത്താ കേന്ദ്രങ്ങൾ വീണ്ടും പരിശോധിക്കുക. ഓരോ ദിവസവും ഇത് വളരെ മോശമായി തുടരുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നു എന്നാണ് ഋഷഭ് പന്ത് പ്രതികരിച്ചത്. കഴിഞ്ഞ സീസണിലെ ഋഷഭിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഡൽഹിക്ക് പ്ലേ ഓഫിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഋഷഭിന്റെ പരിക്കിന് ശേഷമുള്ള തിരിച്ചുവരവിൽ ഋഷഭ് നന്നായി ബാറ്റ് ചെയ്തെങ്കിലും ടീമിന്റെ പ്രകടനം ശരാശരി മാത്രമായിരുന്നു. 14 പോയിന്റുമായി 6ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. 2020 ശേഷം അവർക്ക് പ്ലേ ഓഫിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഋഷഭ് കഴിഞ്ഞ സീസണിൽ 446 റൺസാണ് അടിച്ചെടുത്തത്. അടുത്ത സീസണിൽ ഋഷഭിന് പകരം മുൻ നായകനും KKRന് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്ത ശ്രേയസ് അയ്യരെ ഡൽഹി തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്.